നീ എന്തിനാ ഇത് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് കച്ചവടം നടത്തുന്നത്? വലിയ വീടൊക്കെ അല്ലേ അളിയ, അവര് കാണുമ്പോ നമുക്ക് കാശിനോട് ആർത്തില്ലാന്ന് തോന്നിട്ട്. ഇതെന്റെ വണ്ടി മാത്രമല്ലടാ, പിന്നെ എന്റെ ഭാര്യയും കൂടെ. നീ വണ്ടി ഓട്ടിക്കല്ലാണ്ട് വേറെന്തെങ്കിലും പരിപാടി ഉണ്ടോ ഇതില്? എന്ത്? ഞാനും ഇവളും അല്ല വണ്ടി ഒരുമിച്ചാ കുളിക്കാറ്. വൈകുന്നേരം ഒരുമിച്ചിരുന്ന ചായ കുടിക്കുന്നത്. നീ ഒന്ന് ആലോചിച്ച് നോക്കി അളിയ, എനിക്ക് ഇത്രയും ഇണചേരുന്ന ഒരു വണ്ടി വേറെ ഉണ്ടാ? ഇണങ്ങുന്നേ നല്ല അളിയ. വണ്ടി വിറ്റതിന് ശേഷം അവന്റെ വീട്ടിലൊന്നും പോയി ഇരിക്കല്ലേ. ഇവളെ ഒരാഴ്ച അവനും ഒരാഴ്ച എന്റെ വീട്ടിൽ നിർത്തുന്ന കണക്ക് വല്ല വകുപ്പുണ്ടോ അളിയ? പോക്കൃത്തരം പറയരുത്. ഇത് ഡൈവോഴ്സ് ആയിട്ട് നിന്റെ മോളെ അവന് കൊടുക്കുമല്ലേ. പിന്നെ ചെല്ലുമ്പോ അവര് സൂപ്പർ വണ്ടി, ചിമ്മിട്ട് വണ്ടി എന്നൊക്കെ പറയും. വീടരുത്. അവര് വണ്ടിയെ പറ്റി എന്ത് പറഞ്ഞാലും നിനക്ക് ഇഷ്ടപ്പെടാത്ത പോലെ മുഖം വെച്ചേക്കണം. അപ്പൊ ഇഷ്ടപ്പെട്ടാലോ? ഇഷ്ടപ്പെട്ട മുഖം എന്ന് വെച്ചേ. ഇനി ഇഷ്ടപ്പെടാത്തെന്ന് വെച്ചേ ഒരു വ്യത്യാസമില്ല. ബാ വരുന്നുണ്ടേ. അപ്പൊ ഇതാണല്ലേ ബ്രോ വണ്ടി. ബ്രോ കൺമണിയുടെ കുണ്ടിയിലടിക്കുന്നു. കൺമണിയാ? അത് കാര്യാക്കണ്ട ബ്രോ. പുള്ളി വണ്ടിയായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റിലാണ്. ബ്രോ വണ്ടി ഒന്ന് നോക്കട്ടെ. ഓക്കെ ബ്രോ, വണ്ടി കണ്ടു, നമുക്ക് ഡീല് സംസാരിക്കാം. നീ എന്തിങ്ങനെ ഇരിക്കുന്നു? ഇഷ്ടപ്പെടാത്ത പോലെ ഇരിക്കുക. ആക്ടിങ്. ബ്രോ സംഭവം 2 മിറർ 2 ടയർ 1 എഞ്ചിനൊക്കെ ഉണ്ട്. പക്ഷെ വണ്ടി കുറച്ച് ഓടി. ഓടാത്ത വണ്ടി വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് എടുത്താൽ പോരായിരുന്നു. ഉമാര് നല്ല പാർട്ടീസാ, ബുദ്ധിയുണ്ട്. അത് നിനക്കില്ലാത്തോണ്ട് തോന്നുന്നേ. ബ്രോ അപ്പൊ നമുക്ക് ഈ കച്ചവടത്തിലോട്ട് അങ്ങ് കിടക്കാം. നമ്മള് നേരെ പോയാ അത് വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ വളച്ചോ പോവാ. നിങ്ങളുടെ ഇഷ്ടമല്ലേ? ചുമ്മാ ഇരിടാ. നമുക്കൊരു 10,000 അങ്ങ് ഉറപ്പിക്കാം. ഇറങ്ങടാ ഇറങ്ങടാ. വേണമെങ്കിൽ 2,000 കൂടെ കൂട്ടിത്തരാം. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അറിയാൻ പറ്റുന്നില്ല. എന്തിനു പണിയാണ് കാണിച്ച? പിന്നെ 10,000 വന്നിട്ട് ചിരിക്കാൻ MG ശ്രീകുമാറാ. എവിടെ നിന്ന് കിട്ടി പാർട്ടീസിന്? വല്യച്ഛന്റെ വല്യച്ഛന്റെ